നമസ്കാരം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ സൗഹൃദ അന്തരീക്ഷത്തിന്റെ പുതിയ വഴി തുറന്ന് മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് കേരള ഹൌസിലെത്തിയ ധനമന്ത്രി 1 മണിക്കൂറോളം ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുത്തു. വയനാട് സഹായവും എയിംസുമെല്ലാം ചർച്ചയായെങ്കിലും ആശാ വർക്കർമാരുടെ സമരം മുഖ്യമന്ത്രി ഉന്നയിച്ചില്ല. ധനകാര്യ വിഷയങ്ങളിൽ കേരളവും കേന്ദ്രവും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ മീറ്റിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഉന്നം. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനോടൊപ്പം ശ്രീ വി ശിവദാസൻ MP, CPM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ VP ശ്രീ പത്മനാഭൻ BJP എന്നിവർ. ആദ്യം ശ്രീ വി ശിവദാസൻ, ഫെഡറൽ തത്വങ്ങൾ കേന്ദ്രം കാറ്റിൽ പറത്തുകയാണ്, സംസ്ഥാനത്തിന് അർഹമായത് ലഭിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു. അത് സഭകളിലും മറ്റും ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരവും നടത്തി. ഇതായിരുന്നു ഇതുവരെയുള്ള ലൈൻ. ആ സമീപനം മാറ്റി ഒരു കോർഡിയലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണോ ഇപ്പോഴത്തെ ലൈൻ? ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് നടത്തുക വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിയാണ്, കേരളത്തിന്റെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാരെ പോയി കാണുന്നു, പ്രധാനമന്ത്രിയെ പോയി കാണുന്നു, ഇതൊക്കെ സാധാരണ സംഗതിയാണ്. ഇതിപ്പോ ഗവർണർ കൂടി പങ്കെടുത്ത ഒരു പ്രാതൽ മീറ്റിംഗ് അത്യസാധാരണമല്ലേ? അഭിലാഷേ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയും ഗവർണറും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് അത്യസാധാരണമായിട്ടുള്ളൊരു സംഭവമേ അല്ല. പക്ഷേ ഇവിടെ എനിക്ക് അത്യസാധാരണമായിട്ടുള്ളൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അഭിലാഷിൻ്റെ ഇൻട്രോയിൽ അഭിലാഷ് പറയുണ്ടായി വയനാടിനെക്കുറിച്ച് സംസാരിച്ചു, പിന്നെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു, എന്നാൽ ആശാ വർക്കർമാരുടെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് അഭിലാഷോട് പറയുന്നത് കേട്ടു. അഭിലാഷിന് എവിടുന്നാണ് ഇത്രയും ഔദ്യോഗികമായി ഇത്രയും കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഒന്നത് പറയുകയാണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാലോ. ഒന്ന് അഭിലാഷ്, എവിടുന്നാണ് അതിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ സഹായം. ഈ ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരുടെ ഇൻപുട്ടാണ്. ശരി, ആശാ വർക്കർമാരുടെ സമരം അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ വിഷയം മുഖ്യമന്ത്രി ധനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഉയർത്തിയെന്നാണോ MP പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് ഉയർത്തിയെന്നോ ഉയർത്തിയിട്ടില്ല എന്നോ പറയാൻ ഞാനാണല്ലോ. പക്ഷേ നിങ്ങൾ വളരെ ആധികാരികമായിട്ട് പറയുകയാണ് ഇന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടില്ല, കഴിച്ചത് പുട്ടാണോ കടലയാണോ അതല്ല ദോശയാണോ ഉപ്പുമാവാണോ എന്നൊക്കെ പലരും റിപ്പോർട്ട് ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷെ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയോട് KV തോമസിനോട് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഉന്നയിച്ച വിഷയമുണ്ടല്ലോ, ആശാ വർക്കർമാരുടെ വിഷയമടക്കം അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഈ പുട്ടും കടലയും ഇഡലിയും ദോശയൊക്കെ. ഇതിപ്പോ നമ്മളൊരു അയൺ വാളിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ, നാടിന്റെ പ്രശ്നമല്ലേ. അതിപ്പോ എന്തൊക്കെ പറഞ്ഞു നമ്മൾ അറിയുന്നതുകൊണ്ട് ജനങ്ങൾ അറിയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. അങ്ങനെയല്ല അഭിലാഷ്, അങ്ങനെയല്ല. അല്ല, തീർച്ചയായും അല്ല, KV തോമസ് അങ്ങനെയല്ല. അതിനകത്ത് വിഷയം എന്താന്ന് പറഞ്ഞാൽ ആശാ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ചില പത്രങ്ങളൊക്കെ വലിയ നിലയിൽ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴങ്ങനെ വാർത്ത കൊടുക്കുന്നതിൻ്റെ ഒരു ദുരുദ്ദേശം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കാണേണ്ടുന്ന കാര്യം എന്താണ്? അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന യൂണിയൻ ഗവൺമെൻറ്റിലെ മന്ത്രിയും ഗവർണറും ഒക്കെ ഭക്ഷണം കഴിച്ചു, പ്രഭാത ഭക്ഷണം കഴിച്ചു. തൊട്ട് മുമ്പിലത്തെ ദിവസം കേരളത്തിലെ എല്ലാ MP-മാരും ഗവർണറോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും തുടർന്ന് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന മുഖ്യമന്ത്രിയുടെ സന്ദേശത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഞാൻ ഉൾപ്പെടെ ദൃക്സാക്ഷിയായിട്ടുള്ള കാര്യമാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്ന് മുമ്പോട്ട് പോകണം. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും യോജിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരെല്ലാം ഇടപെടുന്നുണ്ടോ അതൊക്കെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ആ സ്വാഗതം ചെയ്യുന്നതിന് പകരമായി ചില ആളുകൾ ചില പ്രത്യേക വിഷയങ്ങളെടുത്ത് ആ ചർച്ചയുടെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളുടെ ഉദ്ദേശശുദ്ധിയെ ആകെ കളങ്കപ്പെടുത്തുന്ന നിലയിലുള്ള ചർച്ചകൾ ചിലർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം നമ്മുടെ നാടിന്റെ ഇതിന് പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു MP. പക്ഷേ ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചു അങ്ങടക്കം പങ്കെടുത്ത ഇന്നലത്തെ ഗവർണറുടെ യോഗം. ഗവർണർ ഒരു ഡിന്നർ MP-മാർക്ക് നൽകുക, സംസ്ഥാന താല്പര്യത്തിന് വേണ്ടി നിലപാടെടുക്കണം എന്നുള്ള നിലയിൽ സംസാരിക്കുക തുടങ്ങിയവ ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നടക്കാത്തതാണ്. തൊട്ട് മുമ്പുള്ള ഗവർണറുമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് സർക്കാർ വലിയ ഫൈറ്റിലായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ് തമിഴ്നാട്, അവിടുത്തെ ഗവർണർ RN രവിയുമായിട്ട് ഫൈറ്റിലാണ്. മലയാളിയായ CV ആനന്ദബോസുമായി ഫൈറ്റിലാണ് മമതാ ബാനർജി. ഇങ്ങനെ ഗവർണർമാരും സർക്കാരുകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഗവർണർ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നൊക്കെ ഉള്ളത് സാധാരണ
നമുക്ക് പരിചിതമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു കൗതുകമുണ്ട്. ഇന്നലെ ഈ ഗവർണറുടെ ഡിന്നറിന്റെ ഒരു തീം എന്തായിരുന്നു? ഞാൻ പറഞ്ഞത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഒരു ഔദ്യോഗിക സ്വഭാവത്തോടു കൂടി ഉള്ള ഒരു ഏതെങ്കിലും രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയുള്ള യോഗമായിരുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രം ഞാൻ ആ വിഷയത്തിൽ പറയുന്നത്, എല്ലാ ആളുകളും പൊതുവിൽ സംസ്ഥാന താല്പര്യത്തിന് വേണ്ടി യോജിച്ച് നിൽക്കണം. നമ്മുടെ നാട് വലിയ നിലയിൽ വിവേചനം നേരിടുകയാണ്. അത് ആ വിവേചനത്തിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് കണ്ണൂർ എയർപോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്, വയനാട് നമ്മുടെ മുമ്പിലുണ്ട്, അതുപോലെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളോട് എടുക്കുന്ന സമീപനമുണ്ട്. ഇന്ത്യയിൽ നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കുന്നതിന് വേണ്ടി പണം നൽകിയിട്ടുള്ള ഏക സംസ്ഥാനമാണല്ലോ കേരളം. ഇങ്ങനെ വിവിധ വിഷയങ്ങൾ, എയിംസ് അനുവദിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം നിൽക്കുന്നു. കോച്ച് ഫാക്ടറി പ്രഖ്യാപനത്തിന് ശേഷം നടപ്പിലാക്കപ്പെടാത്ത സംസ്ഥാനമായിട്ട് കേരളം നിൽക്കുന്നു. വിവേചനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളമാകട്ടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ മാനുഷിക വിഭവശേഷിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയിട്ടുള്ള സംസ്ഥാനം. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കപ്പെടുന്ന തുകയുടെ 77% ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നവരാണ് നാം. ഇത്രയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് നേരെ ഉണ്ടാകുന്ന വിവേചനത്തിനെതിരായി എല്ലാവരും കൈകോർക്കണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയോട് പൊതുവിൽ എല്ലാ ആളുകളും യോജിച്ച് പ്രതികരിക്കുന്നതാണ് നാം കണ്ടിട്ടുള്ള ചിത്രം എന്നുള്ളതാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി എന്ന ഒരു സമീപനത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ മാറിയോ? ഇന്നലെ ഗവർണറുടെ ഡിന്നറിൽ UDF MP മാർ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ എക്സിൽ ശശി തരൂർ, തിരുവനന്തപുരം MP, മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമുള്ള സെൽഫിയും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു വിഷയം വന്നാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടാണ്, അതിനുവേണ്ടി ഡൽഹിയിൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഇടത്ത് ചെയ്യും എന്നൊരു സന്ദേശമാണോ ഇതുവഴി നൽകുന്നത്? അഭിലാഷ, ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഒരു പക്ഷേ എൻ്റെയും അഭിലാഷിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചരിത്രത്തിൽ, അല്ലെങ്കിൽ താങ്കളുടെ മാധ്യമ ചരിത്രത്തിൽ, എൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാകാം ഒരു സംസ്ഥാന ഗവർണർ സംസ്ഥാനത്തു നിന്നുള്ള MP മാരുടെ യോഗം വിളിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഡിന്നർ അറേഞ്ച് ചെയ്യുകയും അതിൽ MP മാർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. 2 BJP കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമാകാം. നല്ല കാര്യം. അത്തരത്തിൽ വിളിച്ചു ചേർക്കുന്നതിനോ അത്തരത്തിൽ MP മാരുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നതിനോ സ്വാഭാവികമായി ഒരു നിയമ തടസ്സവുമില്ല. അദ്ദേഹം അങ്ങനെ ഇടപെടുന്നതിൽ തെറ്റുമില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു RSSകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. BJP ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഗവർണർ MP മാരെ വിളിച്ചു ചേർത്ത് അവർക്ക് ഭക്ഷണം നൽകുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അത്തരത്തിലൊരു എന്താ പറയുന്നത്, ഒരു പരസ്പര സഹകരണം, ആ സഹകരണം എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് മൂന്ന് തരം കാറ്റഗറി ഉണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊന്ന് സംസ്ഥാന സർക്കാർ ഇപ്പുറത്ത് നിൽക്കുന്നു, ഇതിനിടയിൽ പ്രതിപക്ഷവുമുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനവും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ ഏത് സർക്കാരായാലും ആ സർക്കാരിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിക്കുക ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ബാധ്യത കൂടിയാണ്. അത്തരത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ യോജിച്ചുള്ള ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്, നേട്ടത്തിന്, പുരോഗതിക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ശിവദാസൻ പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോൾ രാവിലെ മുഖ്യമന്ത്രിയെ കാണാൻ ധനകാര്യമന്ത്രി എത്തി. മുഖ്യമന്ത്രിയെ ധനകാര്യമന്ത്രി കാണുമ്പോൾ ആ കേരള ഹൗസിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ ഗവർണറും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ലെയ്സൺ ഓഫീസറായി പ്രവർത്തിക്കുന്ന ശ്രീ KV തോമസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ യാഥാർത്ഥ്യം എന്ത് എന്നതിനെ സംബന്ധിച്ച് നമുക്കാർക്കും ഇപ്പോൾ അറിയില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ശിവദാസൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത എന്നാണ്. എന്നാൽ നിങ്ങൾ പറയൂ, സർക്കാർ പറയൂ, PRD പറയൂ, കേന്ദ്ര സർക്കാർ പറയൂ, നിർമ്മല സീതാരാമൻ പറയൂ, പിണറായി വിജയൻ പറയൂ, എന്തായിരുന്നു ചർച്ച? അപ്പോൾ എന്താ PRD പറയുന്നത്? ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യ സന്ദർശനം, മന്ത്രിയുടെ ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു. മന്ത്രിയുടെ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അതിനകത്ത് ഗൗരവം ഏറെ കൂടുകയാണ്. എൻ്റെ ചോദ്യം, കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ KV തോമസ് ഇതേ നിർമ്മല സീതാരാമനെ കാണാൻ പോയത്. KV തോമസ് നിർമ്മല സീതാരാമനെ കാണാൻ പോയപ്പോൾ കൃത്യമായി പറഞ്ഞത്, താൻ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ സമരത്തിലിരിക്കുന്ന ആശാ വർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയ്ക്ക് പോകുന്നത്, കാണാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചർച്ചയെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കോഴി കൊട്ടുമായിട്ടതുപോലെ എന്നോട് കുറേ കണക്കുകളൊക്കെ ചോദിച്ചു. എൻ്റെ കണക്കൊന്നുമില്ലായിരുന്നു, ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു
എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ അവിടെ പ്രകടിപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. 12-ാം തീയതി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടക്കും, അന്ന് ആവശ്യപ്പെട്ട രേഖകളും കണക്കുകളും ഞങ്ങൾ നൽകും എന്നും പറയുകയുണ്ടായി. അതൊരു വസ്തുതയായി നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, വിഴിഞ്ഞത്തിൻ്റെ വയബിലിറ്റി VGF സംബന്ധിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധി കൂട്ടി നൽകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള കടത്തിൻ്റെ പരിധി തിരിച്ചടവിനുള്ള പരിധി കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ ആശാ വർക്കർമാരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അക്കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. KV തോമസ് നേരത്തെ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഔദ്യോഗിക കക്ഷിയാണെങ്കിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടാണ് ഇന്ന് ചർച്ച നടന്നിട്ടുള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് PRD ഇത്തരത്തിലൊരു കുറിപ്പിറക്കുന്നത്? മറ്റൊന്ന്, ഇങ്ങനെ അനൗദ്യോഗിക സംവിധാനങ്ങൾ കൂട്ടിയോജിപ്പിച്ചു കൊടുക്കുന്ന ആളാണോ ഈ KV തോമസ്? അദ്ദേഹത്തിന് അതാണോ പണി? അല്ലല്ലോ. അപ്പോൾ മാത്രമല്ല, അങ്ങനെ ഒരു ചടങ്ങിലേക്ക് സംസ്ഥാനത്തിന്റെ ഗവർണർ വന്നിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെയാണ് SFIയുടെ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ ഈ പറഞ്ഞ ലൈസണിങ്ങിന് പറ്റിയ ആളാണല്ലോ KV തോമസ്. നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം എടുക്കും. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി കരുതപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് വിഴിഞ്ഞം തുറമുഖമാണല്ലോ. വിഴിഞ്ഞത്തിന് വേണ്ടി ബിഡ് ചെയ്യാൻ ആരും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ KV തോമസിന്റെ വസതിയിൽ ഇതുപോലെ നടന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ്, ഉമ്മൻചാണ്ടി വരുന്നു, ഗൗതം അദാനി വരുന്നു. അവിടെ വെച്ചാണ് ഈ കാര്യത്തിലൊരു തത്വത്തിൽ ധാരണ ഉണ്ടാകുന്നത്. പിന്നീട് അദാനി ഇതിന്റെ ബിഡ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ KV തോമസിന് ഇതൊക്കെ കഴിയുന്ന ആളാണ് ഡൽഹിയിൽ. നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന, ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ഒരു കക്ഷിയായിരുന്നു, MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, മറ്റെന്തൊക്കെയായിരുന്നു. അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ആ ചർച്ച നടക്കുന്നത് പോലെയല്ല. ഇന്ന് അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായി സംസ്ഥാനത്തിന്റെ മുഖ്യ കാര്യദർശിയാണ് ഡൽഹിയിലുള്ള, അല്ലെങ്കിൽ ലൈസൺ ഓഫീസറാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയുണ്ട്. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കണ്ടേ? അദ്ദേഹം മാത്രമല്ല, ഇത്തരത്തിൽ അനൗദ്യോഗിക ചർച്ചയായിരുന്നുവെങ്കിൽ അവിടെ ഗവർണർ പങ്കെടുക്കുമോ? അപ്പോൾ അങ്ങനെയല്ല വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് അറിയേണ്ടത്, സംസ്ഥാനത്ത് ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട സമരം നടക്കുമ്പോൾ അവരെ ഒരു ഭാഗത്ത്, അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രതിപക്ഷവും ഭരണപക്ഷവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴും വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അവിടെ ആശാ വർക്കർമാരുടെ സമരം അവർക്ക് ഏറെ പ്രതീക്ഷ നൽകി. ഇപ്പോൾ ഇപ്പോൾ എവിടെയായിട്ട് നിൽക്കുന്നത്? ഇന്നലെ ക്യാബിനറ്റിൽ ഒരു മന്ത്രി പറഞ്ഞ JP നദ്ദ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടിയിൽ വീണ്ടും അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? കേന്ദ്രത്തിന് കൊടുക്കാനുള്ളതെല്ലാം, കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അധികമായി കൊടുക്കാനുണ്ടെങ്കിൽ അത് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി അവിടെ പാർലമെന്റിൽ ഇന്നലെ പ്രസ്താവന നടത്തിയതിനു ശേഷം ഇന്ന് ധനകാര്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കണ്ടേ? ഒരു മിനിറ്റ് മാത്രമല്ല, അവിടെ ഞങ്ങൾ എതിർക്കുന്നതാണ് ഈ ആശാ വർക്കർമാരെ CITUവിന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ മുൻ MP കൂടിയായ ശ്രീ എളമരം കരീം ഉൾപ്പെടെ പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം സാധാരണക്കാരായ പാവപ്പെട്ടവരായ സ്ത്രീകളെ ആക്ഷേപിക്കുകയും അവരുടെ വിഷയത്തിൽ പാർലമെന്റിൽ എനിക്കും അഭിലാഷിനും ബാധ്യതയില്ലേ? അഭിലാഷെ അറിയാനുള്ള ബാധ്യതയില്ലേ? നമ്മുടെ ബാധ്യതയല്ലേ അത് അറിയേണ്ടത്? മുഖ്യമന്ത്രി പറയുന്നു, അല്ലെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് കിട്ടിയതല്ല ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി കിട്ടാനുണ്ട് എന്ന് പറയുന്നു. കേന്ദ്രം പറയുന്നു അല്ല, ഇനി ഒന്നും കൊടുക്കാനില്ല എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ച് നിജസ്ഥിതി, വസ്തുത അതറിയാനുള്ള ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാത്തത്? അത് മിണ്ടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും പറയുന്നത് ഇതൊരു സ്വകാര്യ സംഭാഷണമായിരുന്നു, ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു സ്വകാര്യ സംഭാഷണമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. KV തോമസ് പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ അതിനുശേഷം അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനുമായി 12-ാം തീയതി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം വരാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഈ ആശാ വർക്കർമാരെ ഇത്ര നിരുത്തരവാദപരമായിട്ടാണോ ഈ സംസ്ഥാന സർക്കാർ ആ വിഷയത്തിലേക്ക് വരാം ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്വം? ശരി, ആ വിഷയത്തിലേക്ക്, അതായത് ആശാ വർക്കർമാരുടെ വിഷയത്തിലേക്ക് സവിശേഷമായി വരാം. അതിനു മുമ്പ് ശ്രീ VP ശ്രീപത്മനാഭൻ, നമ്മൾ ഇങ്ങനെ മുമ്പ് കണ്ടിട്ടില്ല. ഗവർണർമാർ ഈ തരത്തിൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു കാര്യദർശിയോ എന്നുള്ള നിലയിൽ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഗവർണർ ടീം കേരളയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ട്, അപാകമുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സാധാരണ ഇപ്പോൾ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ കേരളവും കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് ഗവർണറായി വരാറുണ്ട്. ഷീലാ ദീക്ഷിതിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളം LDF ഭരിക്കുന്നു. BJP നേതാവായിരുന്ന, ഗോവയിലെ BJP നേതാവായിരുന്ന ആർലേക്കറാണ് ഇവിടുത്തെ ഗവർണർ. അപ്പോൾ അദ്ദേഹം കേരള ടീമിൽ ചേരുന്നത് നല്ലത് തന്നെ. പക്ഷേ ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും ഇതുപോലെയുള്ള ഒരു തരത്തിലുള്ള നല്ല ജെൽ അല്ലെങ്കിൽ നല്ല ഒരു റാപ്പോ ഗവർണർമാരും മുഖ്യമന്ത്രിമാരും തമ്മിൽ ഉണ്ടാവാറില്ല. കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും വലിയ പോരിലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി രാജേന്ദ്ര ആർലേക്കർ
ഒരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു സംഗതിയാണ് ഗവർണറും കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ച മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടി നടത്തുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു പുതിയ അധ്യായമായിരിക്കാം. ഏതായാലും ഇത് സംസ്ഥാനത്തിന് ഗുണകരമാണോ ഇല്ലയോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് നടന്ന ചർച്ചയിൽ എന്ത് തീരുമാനിച്ചു, എന്തൊക്കെ ചർച്ച ചെയ്തു എന്ന് ഇന്ന് വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ അറിയണം, ചർച്ച ചെയ്യണമെന്ന് ശഠിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരം നടന്നിട്ടുണ്ട്. അതിൽ ഇവരുടെ ഡൽഹിയിൽ കാര്യം നോക്കാൻ ഇവരാക്കിയിട്ടുള്ള പ്രൊഫസർ കെ വി തോമസും പങ്കെടുത്തിട്ടുണ്ട്, ഗവർണറും പങ്കെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ ധനകാര്യ മന്ത്രിയുമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒന്ന് ഇവരുടെ പരാതി ഇവർക്ക് ന്യായമായി കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി. കേന്ദ്രം പറയുന്നത് ഞങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും കണക്കും ബോധിപ്പിക്കുന്ന മുറയ്ക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തരാമെന്നാണ്. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ 4-5 വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, GST നഷ്ടപരിഹാരം 4000 കോടി തരാനുണ്ട് എന്നൊക്കെ ബഹളം വെച്ചപ്പോൾ NK പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ചോദിച്ചപ്പോൾ അത് 600 ചില്ലാനും കോടി രൂപയേ ഉള്ളൂ, അത് ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തരാം, എനിക്കത് പിടിച്ചു വെക്കാനുള്ള അധികാരമില്ല എന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറയുകയും ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടിയ ആ മുറയ്ക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പോഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മൻരേഗയുമായി ബന്ധപ്പെട്ട്, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ കെ മുരളീധരൻ MP, അന്ന് അദ്ദേഹം വടകര MP ആണ്, അതുപോലെ തന്നെ ശ്രീ അടൂർ പ്രകാശ് MPയും കൂടി രണ്ടുപേരും ഈ വിഷയങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ഇന്ന് വരെ തന്ന കണക്ക് പ്രകാരം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ശ്രീ NK പ്രേമചന്ദ്രൻ ഡിസംബറിൽ ചോദിച്ചപ്പോഴും ഫെബ്രുവരി മാസത്തിൽ ചോദിച്ചപ്പോൾ 7-ാം തീയതി ചോദിച്ചപ്പോഴും എല്ലാം പറഞ്ഞത് ഇന്ന് വരെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 12-ാം തീയതി കേന്ദ്ര സർക്കാർ കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം അനുവദിച്ച അല്ലെങ്കിൽ പദ്ധതി വിഹിതമായി കണ്ട 913.24 കോടിയിലധികം കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു, ഔദ്യോഗിക പത്രക്കുറിപ്പ് പറഞ്ഞിരിക്കുന്നു. പാർലമെന്റിൽ തന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു കോൺട്രാഡിക്ഷൻ ഇപ്പോൾ പല കാര്യങ്ങളിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ NHMവുമായി ബന്ധപ്പെട്ട് 2023 കേരളത്തിന് ക്യാഷ് ഗ്രാൻഡ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. നോക്കൂ, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായി കേന്ദ്രത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് സൗരഭ് ജെയിൻ ഇവിടുത്തെ ആരോഗ്യ സെക്രട്ടറി രാജൻ ഖോബ്രഗഡയ്ക്ക് അയച്ച കത്തുണ്ട്. നിങ്ങൾ ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഗൈഡ് ലൈൻസ് പാലിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ തുകയില്ല എന്ന് കൃത്യമായി ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്ന കത്ത് നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ SSA എടുക്കൂ, SSA ഫണ്ട് കേരളത്തിന് മുഴുവൻ കിട്ടിയിട്ടില്ല, PM ശ്രീ നടപ്പാക്കാത്തത് കൊണ്ട്, ആ ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ആ പണം കിട്ടിയിട്ടില്ല. അപ്പോൾ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സ്വീകാര്യമല്ല എന്നുള്ള നില സ്വീകരിച്ചതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളത് തന്നു എന്ന് പറയുന്നത് ഏത് മാനദണ്ഡം അനുസരിച്ചാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ല, 2023-24 സാമ്പത്തിക വർഷത്തിലാണ് ലാപ്സായി പോയ പ്രശ്നമുണ്ടായത് NHMൽ. അത് കോ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ട് ലാപ്സായി പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ചർച്ച നടക്കുന്ന 24-25 കാര്യമാണല്ലോ. 24-25 സാമ്പത്തിക വർഷമാണല്ലോ ഈ സമരം തുടങ്ങിയത്. അപ്പോഴാണല്ലോ ഞങ്ങൾക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണല്ലോ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ വന്നത്. ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ NK പ്രേമചന്ദ്രൻ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ 815 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. 3 മാസം ബാക്കിയുണ്ട്, 97 കോടി രൂപയാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ 97 കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് സംഖ്യ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം NHMൻ്റെ കാര്യത്തിൽ കൃത്യമായി ഇനിയൊന്നും കൊടുക്കാനില്ല എന്ന് അത് പറഞ്ഞത് 24-25 സാമ്പത്തിക വർഷമാണ്. അതിൻ്റെ മുമ്പത്തെ വർഷമാണ് ലാപ്സായി പോയത്. അത് കോ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, ഇപ്പം അർബൻ ആവാസ് യോജനയിൽ ആ പ്രശ്നമുണ്ട്. അർബൻ ആവാസ് യോജന ഇവർ നടപ്പിലാക്കി കഴിഞ്ഞ് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ആരോഗ്യ മേഖലയിലെ വൻ വിജയത്തെ പറ്റിയൊക്കെ ശിവദാസ് പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട MP. ഇവിടെ വയോവന്ദൻ ആയുഷ്മാൻ ഭാരത്, അതായത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രം പ്രത്യേകമായി 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല.
വയോബന്ധൻ ആയുഷ്മാൻ ഭാരത് യോജന കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. അത് കാരണം ആ പദ്ധതി ഇപ്പോൾ ചാലുവായിട്ടില്ല. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് കാരണം പല ഫണ്ടുകളും വന്നിട്ടില്ല. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് സംസ്ഥാന കേന്ദ്ര സർക്കാർ അത് ഇപ്പോ അറിയാതെ പോയതോ മറന്നുപോയതോ ഒന്നുമല്ലല്ലോ, ഒരു രാഷ്ട്രീയ തീരുമാനം, ഒരു നിലപാടാണ്. PM ശ്രീ നടപ്പാക്കേണ്ട തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ ഈ കേരളത്തിൽ പ്രൈമറി ആരോഗ്യ രംഗത്ത് ഈ PHCകൾ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് സെന്ററുകൾ ഉണ്ട്. അത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ആക്കണ്ട. അതൊരു ഡിസിഷനാണ്, ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ നിലപാടിന്റെ പേരിലാണ് ഈ പറഞ്ഞ പണം കിട്ടാതിരുന്നത് 2023 സാമ്പത്തിക വർഷത്തിൽ. അഭിലാഷേ, ഞാനിപ്പോൾ ഇരിക്കുന്ന അവിടുത്തെ 1 കിലോമീറ്റർ അപ്പുറം പോയാൽ ഒരു ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുണ്ട്. ഇവരത് മാറ്റി. ആദ്യം മാറ്റില്ല എന്ന് വാശി പിടിച്ചു. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയാൽ ആയുർവേദ ആശുപത്രിയുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. ഇതൊക്കെ മാറ്റി. എന്തിനാ വാശി പിടിച്ചത്? എന്തിനാ ആദ്യം വാശി പിടിച്ചത്? ചെയ്യില്ല, ഞങ്ങൾ അങ്ങനെ പേരിടില്ല. ഇപ്പം പേരിട്ടില്ലേ? അപ്പം ഇതൊക്കെ അനാവശ്യമായ വാശിയാണ്. ഇത്തരത്തിലുള്ള അനാവശ്യമായ വാശിയല്ല ആവശ്യം. ഇവിടെ ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ചർച്ചകൾ നിരന്തരമായി നടക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം അതാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും തമ്മിൽ, ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും തമ്മിൽ വർഷത്തിൽ 1-ലധികം തവണ ചർച്ച നടക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റിന് മുമ്പ്. നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി ആണ്. അവരുമായി ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ബഡ്ജറ്റിന് മുമ്പ് ചർച്ച നടത്തി ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നത് നല്ലതാണ്. ഇത് നേരത്തെ ആവേണ്ടതായിരുന്നു, നിരന്തരം നടക്കേണ്ടതാണ്. ഇങ്ങനെ വേണം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ. അല്ലാണ്ട് ഒരു നിയമസഭയിൽ ഒരു ചോദ്യം ചോദിക്കുക, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്ന് പറയുക. പാർലമെന്റിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുക. ഇങ്ങനെയല്ലല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ചയിലൂടെയാണ് വന്ന വിവേകം പരിഹരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല. പരിഹൃതമാകട്ടെ. ഇവിടെ ശ്രീ വി ശിവദാസൻ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ കാണുന്നത്, ഇത് ആരൊക്കെ തമ്മിൽ നടത്തിയ ചർച്ചയാണ്? ഭരണഘടനാ പദവികൾ വഹിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഭരണഘടനാ പദവിയാണല്ലോ. ഗവർണർ, ഈ രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ, ഇപ്പം കേരളം നിയോഗിച്ചിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുള്ള കേരളത്തിലെ പ്രത്യേക പ്രതിനിധി, ഇപ്പം പബ്ലിക് ഒഫീഷ്യൽസ് ആണ്. ഇവർ നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അറിയുക എന്നുള്ളത് പൗരന്മാരുടെ അവകാശമല്ലേ? അവിടെ ദോശയെക്കുറിച്ചും ഇഡ്ഡലിയെക്കുറിച്ചും പുട്ടിനെക്കുറിച്ചും അല്ലല്ലോ സ്വാഭാവികമായിട്ടും ചർച്ച ഉണ്ടാവുക. അവിടെ ഒരു ഇരുമ്പ് മറ ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല. സാധാരണഗതിയിൽ താങ്കളൊരു MP എന്നുള്ള നിലയിൽ താങ്കൾക്ക് അറിയാമല്ലോ, മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്നാൽ, ഡൽഹിയിൽ മുഖ്യമന്ത്രി വന്നിട്ട് പ്രധാനമന്ത്രിയെയോ ഏതെങ്കിലും മന്ത്രിമാരെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം 3:30-ക്കോ 4:30-ക്കോ കേരള ഹൗസിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ബ്രീഫ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടായിട്ടില്ല, KV തോമസിന്റെ മറുപടി ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ എനിക്ക് ആദ്യം അങ്ങോട്ട് ഒരു ചോദ്യത്തിൽ തുടങ്ങാമെന്ന് തോന്നുകയാണ്. ഇവിടെ ജ്യോതികുമാർ ചാമക്കാലിയും അതുപോലെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധിയും രണ്ടു കൂട്ടരും അതുപോലെ ആരോഗ്യമേഖലയിൽ കിട്ടാനുള്ള പണം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചെറിയ സംശയം, ജ്യോതികുമാർ ചാമക്കാല മറുപടി തരികയാണെങ്കിൽ വളരെ സന്തോഷമാണ്. അത് ആശാ വർക്കർമാർക്ക് യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഹോണറേറിയം എത്രയാണ് എന്ന് അങ്ങൊന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ജ്യോതികുമാർ എന്ന് പറയുകയാണെങ്കിൽ വലിയ സന്തോഷമായി. ശ്രീ ജ്യോതികുമാർ, അങ്ങേക്ക് കേൾക്കാമോ? എനിക്കൊന്ന് കോൾ ഡ്രോപ്പ് ആയോ സംശയം. ഇല്ല, കേൾക്കാം. തീർച്ചയായിട്ടും കേൾക്കാം. അതായത് നോക്കൂ, എത്ര രൂപയാണ് ഓരോ ഒരു ആശാ വർക്കർക്ക് യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയം എന്നൊന്ന് പറയുകയാണെങ്കിൽ സഹായം. ശരി, എനിക്ക് അറിയുമെങ്കിൽ. ശ്രീ ശിവദാസൻ, താങ്കൾ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ചർച്ച നടക്കുന്നത്, ഇവിടെ സമരം നടക്കുന്നത് ഈ ആശാ വർക്കർമാർ, 26,000-ലധികം വരുന്ന ആശാ വർക്കർമാർ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമല്ല. അവർക്ക് ഹോണറേറിയത്തെ സംബന്ധിച്ചും അവർക്ക് ഇവിടുന്ന് നിങ്ങൾ നൽകുന്ന സംസ്ഥാന സർക്കാർ നൽകേണ്ട ഇൻസെന്റീവിനെ സംബന്ധിച്ചും നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾക്കറിയാമോ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആശാ വർക്കർമാർ ചെയ്യുന്ന ജോലിയെ കുറിച്ച് എത്ര കൂട്ടം ജോലി ചെയ്യുന്നത് താങ്കൾക്കറിയാമോ? താങ്കൾ ആ ലിസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ ശിവദാസനോട് പറയും, താങ്കൾ കേൾക്കൂ. ഇവിടെ എന്റെ ചോദ്യം അടികൂടാൻ ഞാൻ വളരെ സൗമ്യമായി അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. എന്താണ്
അഭിലാഷേ, ഞാൻ അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, പ്രയാസമില്ല. ആശാ വർക്കർമാർക്ക് യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയം എന്നുള്ളത് പ്രതിമാസം 2000 രൂപയാണ്. ആ 2000 രൂപയിൽ 60% യൂണിയൻ ഗവൺമെന്റിന്റെ വിഹിതവും 40% സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1200 രൂപ യൂണിയൻ ഗവൺമെന്റും ബാക്കി വരുന്ന തുക സംസ്ഥാന സർക്കാരും നൽകണമെന്നാണ്. പക്ഷേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തുകയുടെ ഭൂരിപക്ഷവും നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള MP-മാർ പാർലമെൻറ്റിൽ ആവശ്യപ്പെടുന്ന എന്താണ്? ആശാ വർക്കർമാരെയും അംഗനവാടി വർക്കർമാരെയും അതുപോലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളെയും തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് മാന്യമായിട്ടുള്ള വേതനം അവർക്ക് നൽകണമെന്നാണ്. അങ്ങേക്ക് ആശാ വർക്കർമാരുടെ ഹോണറേറിയത്തെക്കുറിച്ച് ധാരണയില്ലാതെ പോയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ അങ്ങയോട് ചോദിക്കുന്നില്ല, അങ്ങേക്ക് ബുദ്ധിമുട്ടാക്കേണ്ട എന്നുള്ളതുകൊണ്ട്. അങ്ങ് അതുപോലെ നമ്മുടെ അംഗനവാടി വർക്കർമാരുടെ വേതനത്തെക്കുറിച്ച് ആലോചിക്കുക. അംഗനവാടി വർക്കർമാരായിട്ടുള്ള ആളുകൾക്ക് വർക്കർക്ക് നിശ്ചയിച്ചിട്ടുള്ള വേതനവും ഹെൽപ്പർക്ക് നിശ്ചയിച്ചിട്ടുള്ള വേതനവും 60:40 എന്ന നിലയിൽ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നൽകുന്ന തുകയിൽ യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് എത്രയാണ് എന്നുള്ളത് കേൾക്കുമ്പോഴാണ് നമുക്ക് നെഞ്ചു പൊട്ടിപ്പോവുക. 1250 രൂപ മാത്രമാണ് ഒരു വർക്കർക്ക് ഹെൽപ്പർക്ക് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഷെയറായിട്ട് കൊടുക്കുന്നത്. 2700 രൂപ മാത്രമാണ് ഒരു വർക്കർക്ക് നൽകുന്ന വേതനം. ഇതിനോട് ചേർത്ത് തന്നെ നിങ്ങൾ എന്തും കാണണമെന്നറിയോ? ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് നൽകുന്ന വേതനത്തിന് യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള തുകയൊന്ന് ആലോചിച്ച് നോക്കണം. നിശ്ചയിച്ചിട്ടുള്ള തുക എന്നുള്ളത് 1000 രൂപയാണ്. പ്രതിദിനമല്ല, പ്രതിമാസം 1000 രൂപ നിശ്ചയിച്ചിട്ട് അവിടെയും പറയുന്നു 60:40. കേരളത്തിലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് കേരളത്തിലെ സംസ്ഥാനം നൽകുന്ന വേതനം പ്രതിമാസം 1000 രൂപയാണോ? അപ്പം ബാക്കി മുഴുവൻ ആരാണ് കൊടുക്കുന്നത്? കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, ജ്യോതികുമാർ ചാമക്കാലിയുണ്ട്, BJP-കാരായിട്ടുള്ള ആളുകളുണ്ട്, കേരളീയർ, മലയാളികൾ. ആ മലയാളികൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളിക്ക് നൽകേണ്ടുന്ന വേതനം അതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കൊരു ഉയർന്ന വേതനം കൊടുക്കുകയാണ്. ആശാ വർക്കർമാർക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു പരിധിവരെ അവരെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ചിലർ സിക്കിമിനെയൊക്കെ ചേർത്ത് പറയുന്നുണ്ട് 600 ആശാ വർക്കർമാർ മാത്രമുള്ള ഒരു പ്രദേശത്തെ കേരളമായിട്ട് താരതമ്യം ചെയ്യാണ്. നോർത്ത് ഈസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? 90 അല്ല, നമ്മൾ അങ്ങനെ ശിവദാസൻ ഒന്ന് ഇപ്പോ അങ്ങ് പറഞ്ഞ സ്കീം വർക്കേഴ്സിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തുക തുച്ഛമാണ്, അത് വർദ്ധിപ്പിക്കണം, കൂട്ടണം എന്നുള്ള താങ്കളുടെ പോയിന്റ് ശരിയാണ്. ഞാൻ അംഗീകരിക്കുന്നു, അത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരും അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, വലിയ സംസ്ഥാനങ്ങൾ അടക്കം ഈ സ്കീം വർക്കേഴ്സിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അത്രയും കേരളം നമ്മളാണ് എല്ലാത്തിലും പെർഫെക്റ്റ്, ഏറ്റവും നല്ല നിലയ്ക്ക് കൊടുക്കുന്നത് നമ്മളാണെന്ന് അവകാശപ്പെടുന്നതിൽ വസ്തുതാ വിരുദ്ധതയുണ്ട്. ഇതേ സാഹചര്യം നേരിടുന്ന ആശാ വർക്കർമാർക്ക് പശ്ചിമ ബംഗാളും ഹരിയാനയും ആന്ധ്രാപ്രദേശും കർണാടകയും ഒക്കെ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന അത്ര കേരളം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അങ്ങ് അംഗീകരിക്കണം. കേന്ദ്രം കൂട്ടണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അഭിലാഷ്, ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. അങ്ങേക്ക് ഹരിയാനയുടെയും അതുപോലെ അങ്ങിപ്പോൾ പരാമർശിച്ചുള്ള സംസ്ഥാനങ്ങളെ എടുത്ത് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ ആന്ധ്ര 10,000 രൂപ എന്നുള്ള സർക്കുലർ ഇറക്കി. പക്ഷേ 10,000-ന്റെ പ്രശ്നം എന്താണ്? 10,000-ൽ അധികം കൊടുക്കില്ല. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. 10,000-ൽ അധികം കൊടുക്കില്ല. 10,001 എന്നുള്ളത് കൊടുക്കില്ല. 10,000-ൽ ചുവടെയാണ്. പക്ഷേ 10,001 അവർ സർക്കുലർ ഇറക്കിയാണ്. കേരളത്തിൽ എന്താണ്? ശരാശരി 13,000 രൂപ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ സവിശേഷത. ഇനി ഇവിടെ പറയുകയുണ്ടായി ബ്രാൻഡിങ്ങിനെ കുറിച്ച്. കോ ബ്രാൻഡിങ്ങിന്റെ പേരിലാണല്ലോ നമ്മുടെ പണം തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുന്നത്, കേരളത്തിന്റെ ഭരണഭാഷ മലയാളമാണെന്ന് നമ്മൾ താല്പര്യപ്പെടുകയാണ്. ഇനി മലയാളം മാറ്റി ഹിന്ദി ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പണം തരാൻ പറ്റുമെന്ന് യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണം എന്നാണോ BJP-യുടെ പ്രതിനിധി പറയുന്നത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. മലയാളിക്ക് മലയാളം സംസാരിക്കാനുള്ള അവകാശം ഉണ്ടാവണം ഈ നാട്ടിൽ. മലയാള ഭാഷ അതുപോലെ വിശദമായിട്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഗവർണർ ഇടപെട്ടിട്ടായാലും KV തോമസ് ഇടപെട്ടിട്ടായാലും ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതായ ഒരുപാട് അനീതികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യോജിച്ചുകൂടെ? ഇപ്പോൾ നോക്കൂ, ഇന്നലെ ജോൺ ബ്രിട്ടാസ് നൽകിയ ഒരു മറുപടിയിൽ, രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ ധനമന്ത്രാലയം തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ 71 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ.
അതിൽ ഒരേ ഒരു പദ്ധതിക്ക് മാത്രമേ അത് പലിശ സഹിതം തിരിച്ചടക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതിയാണ്. ബാക്കി 70 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും, അതായത് തുറമുഖമടക്കം, നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലെ തുറമുഖമടക്കമുള്ള ഒരു പദ്ധതിക്കും ഈ VGP ഫണ്ട് തിരിച്ചടക്കേണ്ട. ഈ ഒറ്റ പദ്ധതിക്കാണ് അടക്കേണ്ടത്. ഇനിയിപ്പോൾ വയനാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചു. അതിന് ധനസഹായമായി കിട്ടിയിട്ടില്ല, പകരം വായ്പയായിട്ടാണ് കിട്ടിയത്. ആ വായ്പ ദീർഘകാല തിരിച്ചടവ് കാലാവധിയുള്ള വായ്പയാണ്. പക്ഷെ അത് ഈ മാസം, ഇത് മാർച്ച് മാസമാണല്ലോ, ഈ മാസം അത് ഉപയോഗിച്ച് തീർക്കണമെന്ന നിബന്ധനയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുക, അനുഭാവപൂർണ്ണമായ സമീപനത്തിലോടുകൂടി ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതിൽ സമരത്തേക്കാൾ നല്ലത് ചർച്ചകളല്ലേ? അഭിലാഷ, ഇവിടെ സമരം മാത്രമല്ലല്ലോ നടത്തിയിട്ടുള്ളത്. നേരത്തെ ഒരു ഗവർണർ ഉള്ളപ്പോഴാണല്ലോ ഇവർ കോടതിയിൽ പോയിട്ടുള്ളത്. പോയിട്ടില്ലേ? സമരം നടത്തുക മാത്രമല്ല, സുപ്രീം കോടതിയിൽ പോയിട്ടില്ലേ? കേസ് നടത്തുന്നില്ലേ? ഇതൊക്കെ പരിഹരിച്ചു പോകണം. ഓരോ ഭരണഘടനാ സ്ഥാപനത്തിനും അവരവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്, അവരവരുടേതായ അധികാരങ്ങളുണ്ട്. ഓരോ ഭരണാധികാരികൾക്കും അവരവരുടേതായ അധികാരങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ രേഖകളുടെ പിൻബലത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോവുക തന്നെ വേണം. അക്കാര്യത്തിലൊരു തർക്കവുമില്ല. അതിനകത്ത് എപ്പോഴും നല്ലത് ഡയലോഗുകൾ തന്നെയാണ്. ഞാൻ ശിവദാസൻ പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങി വരാം. അദ്ദേഹം ആശാ വർക്കർമാരെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് താങ്കൾ എന്നോട് ചോദിക്കുന്ന കേന്ദ്ര സർക്കാർ എത്ര ഹോണറേറിയം നൽകുന്നുണ്ട് എന്നാണ്. കേന്ദ്ര സർക്കാർ ഹോണറേറിയം അല്ല നൽകുന്നത്, അവർ നൽകുന്നത് ഇൻസെൻറ്റീവാണ്. ആ ഇൻസെൻറ്റീവ് 2000 രൂപയാണെന്നും സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് 7000 രൂപയാണെന്നും ഉള്ള കാര്യത്തിൽ തർക്കവുമില്ല. അവിടെയും നിങ്ങളുടെ മന്ത്രി ഉൾപ്പെടെ, നിങ്ങളുടെ CPM നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഓണറേറിയം കൊടുക്കുന്നത് എന്നുള്ളത് കള്ളമാണെന്ന് തെളിഞ്ഞപ്പോഴും അത് അംഗീകരിച്ചു തരാതെ അവിടുത്തെ എണ്ണം കുറഞ്ഞു എന്നാണ് ഇപ്പോൾ പുതിയ ഡയലോഗ്. അവിടെ എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് താങ്കൾ ഒരു SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളല്ലേ? താങ്കൾ ഒരു MP അല്ലേ? താങ്കൾ ഈ രാജ്യത്തിൻ്റെ MP ആണ്. താങ്കൾ അത് സംസാരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തോടുകൂടി സംസാരിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ 7000 രൂപ ഹോണറേറിയം കൊടുക്കുമ്പോഴും ഈ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ 26,195 വരുന്ന ആശാ വർക്കർമാർ, അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടികൾ, ആ ഡ്യൂട്ടികളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അതിൻ്റെ ഹെൽത്ത് മേഖലയിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടവർ ആരാണ്? സംസ്ഥാന സർക്കാരാണ്. താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഹെൽത്ത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 70% അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ 70% സംസ്ഥാന സർക്കാർ. ഇത് LDF സർക്കാർ മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ മുന്നോക്കം പോയിട്ടുള്ളത് മാറി മാറി വന്ന സർക്കാരുകളുടെ ഭാഗമായിട്ടാണ്. മറന്നു പോകരുത്. പിണറായി വിജയൻ വന്നതിന് ശേഷം മാത്രം ഉണ്ടായിട്ടുള്ള മാറ്റമല്ലത്. 77 90 ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റമല്ലത്. കേരളം രൂപീകൃതമായ കാലം മുതൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉണ്ടായ മാറ്റമുണ്ട്. പ്ലീസ് ഞാൻ പറഞ്ഞിട്ടെ. ഇവിടെ ആശാ വർക്കർമാർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി എന്തൊക്കെയാണ് താങ്കൾക്ക് അറിയാം? സംസ്ഥാന സർക്കാർ 1 രോഗനിർണയം, 2 ബോധവൽക്കരണം, 3 വീടുകളിൽ കയറി നിർദ്ദേശങ്ങൾ നൽകൽ, 4 അസുഖ ലക്ഷണങ്ങൾ അന്വേഷിക്കൽ, 5 സർവേകൾ, മന്തുമായി ബന്ധപ്പെട്ട സർവേ, ക്യാൻസർ, ഡെങ്കിപ്പനി, എലിപ്പനി, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സർവേകൾ, ഗർഭിണികളുടെ കണക്കെടുപ്പ്, രജിസ്ട്രേഷൻ, അവരുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ, വിവിധ രോഗങ്ങളിൽ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ അഥവാ വിവിധ രോഗങ്ങളിലെ നിർബന്ധ ഹാജർ, രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വീട് കയറൽ, സർവേകളുടെ കണക്ക് തയ്യാറാക്കലും കണക്കുകൾ നൽകലും, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ജീവിതശൈലി രോഗ ക്യാമ്പുകൾ, പാലിയേറ്റീവ് പരിചരണം, ആർദ്രത്തിന്റെ ഭാഗമായ ആശുപത്രി ജോലികൾ, ലെപ്രസി ക്യാമ്പുകൾ, ക്യാൻസർ പ്രതിരോധ ക്യാമ്പുകൾ, കിടപ്പ് രോഗികളെ കാണൽ, ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് മാനസിക പിന്തുണ നൽകൽ, ഗർഭനിരോധന കുത്തിവയ്പ്പിന് സജ്ജരാക്കൽ, മലേറിയ പരിശോധനയ്ക്ക് സഹായിക്കൽ, യോഗയ്ക്ക് ആളെ സംഘടിപ്പിക്കൽ, സർക്കാർ ഓരോ കാലങ്ങളിൽ ആസൂത്രണം ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കൽ, ഇങ്ങനെ തുടങ്ങി ഏകദേശം 30ഓളം പാരാമീറ്റേഴ്സ് നമ്മുടെ സഹോദരിമാർ ചെയ്യണം. അവർക്ക് എന്നിട്ട് 7000 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ ഈ 7000 രൂപ പോരാ എന്നും 700 രൂപ പെർ ഡേ കൊടുക്കണമെന്നും എളമരം കരീമല്ലേ പറഞ്ഞത്? CIT അല്ലേ സമരം നടത്തിയത്? DHSന് മുന്നിൽ സമരം നടത്തിയില്ലേ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയില്ലേ? ഇപ്പൊ നിങ്ങൾ അതൊക്കെ മറന്നോ? അപ്പോൾ CIT നടത്തിയ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം, DHSന് മുന്നിൽ നടത്തിയ സമരം, ആ സമരം വിജയിക്കാതെ പോവുകയും സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്തപ്പോൾ ആ ആശാ വർക്കർമാർ, ആ സഹോദരിമാർ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ അവഹേളിക്കുകയാണല്ലേ? അവർക്കറിയാം അവർ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനോടാണ്. സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കാലോചിതമായ സമയബന്ധിതമായി നൽകണം, ഹോണറേറിയം വർദ്ധിപ്പിക്കണം, പ്രതിദിനം 700 രൂപ വേണം. മാത്രമല്ല റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ, വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ, പശ്ചിമ ബംഗാളിൽ കൊടുത്തതുപോലെ വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ആ സമരത്തെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത്രയും ഗൗരവമുള്ള, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ശിവദാസ്, ഉത്തരവാദിത്വത്തോട് ഞാൻ പറയുന്നു, KV തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചർച്ച നടത്തിയില്ല? പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ? അവിടെയാണ് സംശയം. SFIOയുടെ റിപ്പോർട്ട് വരേണ്ട സമയമായിരിക്കുന്നു.
അതിനാണോ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പോയെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ സഹോദരിമാരോട് സ്വല്പമെങ്കിലും ആർദ്ര കരുണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് സംസാരിക്കുമായിരുന്നു, നിങ്ങളൊരു പ്രസ് റിലീസ് നടത്തുമായിരുന്നു, നിങ്ങളൊരു പത്രസമ്മേളനം നടത്തുമായിരുന്നു. ഒന്നുകിൽ BJP-യുടെ കേന്ദ്രമന്ത്രി പറയണമായിരുന്നു. BJP-ക്ക് പറയേണ്ട കേന്ദ്രമന്ത്രി ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞ ആ പോയിന്റിൽ നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പോകേണ്ടിയിരുന്നത് ഇന്നത്തെ ചർച്ചയിലായിരുന്നു. ആശാ വർക്കർമാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചയെ കണ്ടത്. ആ ചർച്ചയിൽ പോലും ഈ വിഷയം സംസാരിച്ചിട്ട് പോലുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നേ സംസാരിച്ചു എന്ന് അല്ല പറയേ, ശിവദാസ് പറയേ, എന്റെ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചിട്ടുണ്ട്, അല്ലെ KV തോമസ് പറയട്ടെ, അല്ലെ മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രി അടുത്ത് പറയാൻ പറഞ്ഞ പിന്നെ ഒട്ടും പറയത്തില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ ശൈലിയാണല്ലോ. അദ്ദേഹം പറയത്തില്ല, പറയാൻ പറഞ്ഞാൽ പിന്നെ കാണേണ്ടതാണ്. അതായിക്കോട്ടെ. പക്ഷേ ശിവദാസ് എന്ന് പറഞ്ഞൂടെ, KV തോമസ് എന്ന് പറഞ്ഞൂടെ, നിങ്ങളുടെ PRDക്ക് എന്ന് പറഞ്ഞൂടെ? അപ്പോൾ അവിടെയാണ് പ്രശ്നം. അവിടെ നിങ്ങളുടെ പ്രയോറിറ്റി മാറുന്നു. നിങ്ങൾക്ക് പ്രശ്നം PSC ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളമാണ്. നിങ്ങൾക്ക് പ്രശ്നം ഈ KV തോമസിന്റെ യാത്രാഭത്ത കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് പ്രശ്നം സംസ്ഥാനത്തെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ സഹോദരിമാരുടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് ഈ സഹോദരിമാരുടെ നിലവിളി നിങ്ങൾ കേൾക്കില്ല. അവിടെയാണ് പ്രശ്നം. ശിവദാസ്, താങ്കൾ SFIയിലൂടെ കടന്നു വന്നയാളല്ലേ, താങ്കളൊന്ന് പറയണം മുഖ്യമന്ത്രിയോട്, ആ കണ്ണാടി നോക്കി മുഖം നോക്കാൻ, ഇതൊന്ന് തിരുത്താൻ പറയണം. ഇത് തിരുത്തേണ്ടതല്ലേ? കേരളീയ സമൂഹം മൊത്തം ഈ സഹോദരിമാരുടെ പറയില്ലേ? താങ്കൾക്കത് മനസ്സിലാകുന്നില്ലേ? താങ്കൾക്കത് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ താങ്കൾക്ക് അത് പറയാനുള്ള ഇച്ഛാശക്തി ഇല്ല. അങ്ങനെ പറഞ്ഞു പോയാൽ താങ്കൾ മറ്റൊരു MP രാജേഷ് ആകുമെന്നുള്ളതുകൊണ്ട് താങ്കൾക്ക് അത് പറയാൻ കഴിയില്ല. ശരി, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ VP ശ്രീപത്മനാഭൻ, ഇന്നലെ JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നാണ്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വിശദീകരിച്ചു എന്ന് മാത്രമല്ല, അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഓഡിറ്റഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2022-23 അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. 23-24 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്ന വാദം എങ്ങനെ നിലനിൽക്കുമെന്നൊരു പ്രശ്നം. രണ്ട്, ഇപ്പോൾ കേരളത്തിന് തരാനുള്ളതെല്ലാം തന്നു എന്ന് പറഞ്ഞിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നാൽ തരാം എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. തരാനുള്ളതെല്ലാം തന്നെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് തന്നാൽ തരാം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് മാത്രമല്ല, ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം, ഇപ്പോൾ കേരളത്തിലെ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആശാ വർക്കർമാർ സമരം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട്. കേന്ദ്രം അവർക്ക് കൊടുക്കുന്ന ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് 2000 + 1000 3000 രൂപയാണ്. അതൊരു 6000-ഓ 7000-ഓ ആക്കുകയാണെങ്കിൽ രാജ്യവ്യാപകമായി എല്ലാ ആശാ വർക്കർമാർക്കും അതിന്റെ പ്രയോജനം കിട്ടും. അതിന് 40% ഷെയർ സംസ്ഥാനങ്ങളും വഹിക്കണം. സംസ്ഥാനങ്ങൾ അതിലെതിരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്ലസ് അതാത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഓണറേറിയം കൂടി ആയാൽ ഒരു 18,000-ഓ ഇവർ ആവശ്യപ്പെടുന്നത് പോലെ 21,000-ഓ ഒക്കെ ആകും. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന്റെ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന പ്രശ്നം അവിടെ ഉണ്ട്. NHM-ന് എത്ര പണം കൊടുത്തു എന്നുള്ളതിനപ്പുറത്ത്. അല്ല, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്നലെ മറുപടി പറഞ്ഞ JP നഡ്ഡയുടെ മറുപടിയിൽ ആദ്യത്തെ പാർട്ട് എന്താണ്? ആശാ വർക്കർമാർ ചെയ്യുന്ന സേവനത്തെപ്പറ്റി പ്രകീർത്തിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥ വർദ്ധിപ്പിക്കണമെന്ന അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നു, അത് ഗൗരവമായി ചിന്തിക്കും, അതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞില്ലേ? അല്ലാണ്ട് അവർക്കതിന് അർഹതയില്ല, അവർ അനാവശ്യമായി സമരം ചെയ്യുകയാണ്. ഇവരുപയോഗിച്ച പോലെ പദപ്രയോഗങ്ങളൊന്നും പാർലമെൻ്റ് അകത്ത് ഉപയോഗിക്കാൻ പാടില്ല. എങ്കിലും അകത്തോ പുറത്തോ ഞങ്ങൾ ഉപയോഗിച്ചോ? ഇല്ലല്ലോ. ഞങ്ങൾ ഈ സമരത്തിലെ ആവശ്യത്തിനെതിരല്ല. ഇന്ത്യയിൽ ആകമാനം ആശാ വർക്കർമാർക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വേതനം, അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതും വർദ്ധിപ്പിക്കണം എന്ന് അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ. പക്ഷെ പ്രശ്നം എന്താണ്? 21,000 ആക്കാം എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞതാരാ? അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇപ്പൊ പറയുന്ന ആന്ധ്രാപ്രദേശ് അത്രേ കൊടുക്കുന്നുള്ളൂ. ആന്ധ്രാപ്രദേശ് വാഗ്ദാനം ചെയ്തതാണ് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത്. NDA ഗവൺമെന്റ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ NDA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ഇലക്ഷൻ നേരിട്ടപ്പോൾ അവരുടെ വാഗ്ദാനമായിരുന്നു 10,000 ആക്കും. അതായത് കേന്ദ്രം തരുന്ന 2,000-ന്റെ കൂടെ 8,000 കൂടി കൊടുത്ത് ഞങ്ങൾ 10,000 ആക്കുന്നു. അവരത്രയേ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ, അവരത് ചെയ്തു. സിക്കിമിൽ അവർ 10,000 ആക്കി. ഇപ്പൊ പറയുന്നത് സിക്കിമിൽ 600 ഉള്ളൂ. സിക്കിമിൽ 600 ഉള്ളൂ. കാരണം ഒരു ലോക്സഭാ സീറ്റുള്ള മണ്ഡലമാണ് സിക്കിം. സിക്കിമിൽ ഒരു ലോക്സഭാ സീറ്റേ ഉള്ളൂ. അത്ര ചെറിയ സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിലെ ജനസംഖ്യ എത്രയാ? കേരളത്തിലെ ജനസംഖ്യ എത്രയാ? അപ്പോൾ സിക്കിമിൽ അവർ 10,000 ആക്കിയെന്ന് മാത്രമല്ല, അവരെ അബ്സോർവ് ചെയ്യാൻ, സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരായി അബ്സോർവ് ചെയ്യാനും തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാ അതൊക്കെ പറയാൻ പോകുന്നത്? നിങ്ങൾ ചെയ്തത് പറ. ആന്ധ്രാപ്രദേശിൽ അങ്ങനെയുള്ളൂ. ആയിക്കോട്ടെന്ന്. ആന്ധ്രാപ്രദേശ് കിട്ടുന്നത് പോരെങ്കിൽ അവിടുത്തെ ആശാ വർക്കർമാർ സമരം ചെയ്തോളും. സിക്കിമിൽ കിട്ടുന്നത് പോരെങ്കിൽ അവിടുത്തെ ആശാ വർക്കർമാർ സമരം ചെയ്തോളും.
അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകക്ഷി വാഗ്ദാനം ചെയ്തത് അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാഗ്ദാനം ചെയ്തത് നിങ്ങൾ ചെയ്യ്. നിങ്ങളല്ലേ 700 രൂപ ദിവസം കൊടുക്കുമെന്നും 21,000 രൂപ ആക്കുമെന്നും പ്രകടന പത്രികയിൽ അങ്ങനെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. ശ്രീ വി പി പത്മനാഭൻ, നിങ്ങൾ പാലിക്ക്. ഒന്ന് പ്രകടന പത്രികയിൽ പറയാതിരുന്നു എന്നുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. 21,000 ആക്കണം. പക്ഷേ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലെ ഈ വിഭാഗങ്ങളെ കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണ്? അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങി സ്കീം വർക്കേഴ്സിന്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളിലെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും. അല്ലാതെ സംഖ്യ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്ര കൊടുക്കും, ഇതിൽ കൂടുതൽ കൊടുക്കും, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കൂട്ടും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, അതല്ല ഇവിടുത്തെ വിഷയം. അല്ല വേണ്ടേലോ ഇളമരം കരീം 700 രൂപ ആക്കണമെന്ന് പറഞ്ഞില്ലേ? CITU സമരം ചെയ്തില്ലേ? ഇവർക്കങ്ങ് കൂട്ടിക്കൊടുത്തൂടെ? അത് ശരി, CITU പിന്നെ എന്തിനാ സമരം ചെയ്ത്? തങ്ങളെ കൈവശമുള്ള ഗവൺമെന്റ്, ഏക ഗവൺമെന്റ് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ കേരള ഗവൺമെന്റാ. മാതൃക കാണിക്കട്ടെ എന്ന്. മാതൃക കാണിക്കട്ടെ. ആന്ധ്രാപ്രദേശിനെ കുറ്റം പറയുന്നതിന് പകരം, സിക്കിമിനെ കുറ്റം പറയുന്നതിന് പകരം മാതൃക കാണിക്കട്ടെ. കേന്ദ്രം അംഗീകരിച്ചു. ഇവരുടെ വേതന വ്യവസ്ഥ പോരാമെന്ന് പറഞ്ഞ് കേന്ദ്രം, ആ വാദം കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞു. ഇവർ അംഗീകരിക്കട്ടെ. ശരി, ഇവർ അംഗീകരിച്ചിട്ട് ഇവർ എളമരം കരീം ആവശ്യപ്പെട്ടതുപോലെ, CITU ആവശ്യപ്പെട്ടതുപോലെ ഇവർ ശക്തിപ്പെടുത്തും, വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ആവശ്യമായ 700 രൂപ എന്ന് വെച്ചാൽ ഈ 21,000ന്റെ കണക്കഥ 700 × 30 അതങ്ങ് നടപ്പിലാക്കട്ടെ എന്ന്. ശരി, മിനിമം കൂലിക്ക് സമാനമായ തുക വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവരുടെ ആവശ്യത്തിൽ യാതൊരു തകരാറുമില്ല. സിക്കിമിനുള്ള വേറൊരു അഡ്വാൻറ്റേജ്, അവർ ഇൻസെന്റീവിന്റെ കേരളമൊക്കെ 60-40 അനുപാതത്തിൽ കൊടുക്കുമ്പോൾ സിക്കിം അടക്കമുള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ 90-10 എന്നുള്ളതിൽ 10% കൊടുത്താൽ മതി എന്നൊരു അഡ്വാൻറ്റേജ് കൂടി അവർക്കുണ്ട് ഇൻസെന്റീവുകളുടെ കാര്യത്തിൽ. ശ്രീ വി ശിവദാസൻ, ഇവിടുത്തെ മൗലികമായ പ്രശ്നം, ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരാണല്ലോ കേരളത്തിലേത്. ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ശ്രീ ശിവദാസൻ കേരളത്തിലേത്. അപ്പോൾ ആ സർക്കാരിന് ഈ തൊഴിലാളികളുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും? ശരിയാണ്, ഇവർ വോളണ്ടിയേഴ്സാണ്, സ്കീം വർക്കേഴ്സാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഇവർ ഈ വോളണ്ടിയേഴ്സാണ്, സ്കീം വർക്കേഴ്സാണ് എന്ന നില നിൽക്കുമ്പോൾ തന്നെയാണ് പശ്ചിമ ബംഗാൾ പോലെ ഒരു വലിയ സംസ്ഥാനം അവർക്ക് ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് 62 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ. ഇതേ ആളുകൾക്ക്, ഇതേ സ്കീം വർക്കേഴ്സായി നിലനിൽക്കുമ്പോഴാണ് ഹരിയാനയിലെ സർക്കാർ 2 ലക്ഷം രൂപ ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചത്. ഇതേ സ്കീം വർക്കേഴ്സായി, ഇതേ വോളണ്ടിയേഴ്സായി നിൽക്കുമ്പോഴാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇവർക്ക് വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യവും ഗ്രാറ്റുവിറ്റിയും പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരായ കേരളം ഇവരുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മൗലികമായ ചോദ്യം. ഇപ്പോൾ 7,000 രൂപ ഞങ്ങൾ കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞല്ലോ, അതുപോലും ഫിക്സഡ് ആയിരുന്നില്ല, വേരിയബിൾ ആയിരുന്നു. അത് ഫിക്സഡ് ആക്കിയതുപോലും ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ്. അത് ആരോഗ്യമന്ത്രിയും സമ്മതിക്കും. അപ്പോൾ നിങ്ങൾ രാജ്യത്തിന് മുഴുവൻ ഇടതുപക്ഷ ബദലിന്റെ മാതൃക കാണിക്കാൻ നിയുക്തരായ ആളുകൾ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ബംഗാളും ഹരിയാനയും ചെയ്തത് പോലും ഇവിടെ ചെയ്യാത്തത് എന്ന ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേന്ദ്രം കൂട്ടേണ്ടത് അവർ കൂട്ടട്ടെ. ഒന്ന് തുടങ്ങാലോ. ഈ CITU നേതാവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. CITU നേതാവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഒരു തെറ്റുമില്ല. ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളെല്ലാം CITU, INTUC ഭേദമില്ലാതെ എല്ലാ സംഘടനകളുടെയും നിലപാട് എന്നുള്ളത് ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തണമെന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. അത് ആ സംഘടനയുടെ, ആ തൊഴിലാളി യൂണിയൻ്റെ നിലപാടാണ്. ആ തൊഴിലാളി യൂണിയൻ്റെ നിലപാട് തെറ്റെന്ന് പറയാൻ ആർക്കാ പറ്റുക? അപ്പോൾ ആ തൊഴിലാളി യൂണിയൻ്റെ നിലപാട് എളമരം കരീമിൻ്റെയും ഇളയരം കരീമിൻ്റെ സംഘടനയുടെ നിലപാടല്ല INTUCക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ അവരുടെ നിലപാട് അത് തന്നെയാണ്. 2, ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിന് പണം നിഷേധിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞു വരുമ്പോഴാണ് അഭിലാഷ് ഇൻ്റർവെല്ലിലേക്ക് പോയത്. എന്താ കേരളത്തിന് പണം നിഷേധിക്കാൻ കാരണം? മലയാളം സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ഹിന്ദി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന മട്ടിൽ ഭാഷ തന്നെ, നമ്മുടെ ഭാഷയെ തന്നെ അപമാനിക്കുന്ന നിലയിൽ ചില സമീപനം ഉണ്ടായി. ചെറുത്തു നിന്നു. പക്ഷേ ആ ചെറുത്തുനിൽപ്പിൻ്റെ ഇടയിൽ പിന്നീട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമേഖലയുടെ കൂടി എല്ലാം നന്മകളും കണക്കാക്കി ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ആരോഗ്യമേഖലയിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരു പുതിയൊരു പേര് കൂടിയുണ്ടെന്ന്. ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർമാർ വേണമെന്നല്ല പറഞ്ഞത്, നമ്മുടെ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിൽ കുറവുണ്ട്, കൂടുതൽ മരുന്ന് ഏർപ്പാട് ചെയ്യണമെന്നല്ല, അവിടെ വീൽ ചെയറും മറ്റ് ഫെസിലിറ്റി ഒരുക്കണം എന്നല്ല പറഞ്ഞത്. എന്താണ്? പേര് മാറ്റി. എന്നാലോ ഈ പേര് മാറ്റാൻ പെയിൻ്റ് അടിക്കേണ്ട പൈസയോടൊപ്പം ചേർത്താൽ പിന്നെ കിട്ടുന്ന പൈസ എത്രയാണെന്നുള്ള കണക്ക് നമുക്കറിയാം. ഇനി എന്താണ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, വീട് നിർമ്മിക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ പണം വാങ്ങുന്നതിൽ
കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല, കോ ബ്രാൻഡിങ്ങിനോട് സഹകരിക്കുന്നില്ല എന്ന്. എന്താ കോ ബ്രാൻഡിങ്ങിൽ നമ്മൾ എടുത്തിട്ടുള്ള നിലപാട്? കേരളത്തിൽ വീടെടുക്കുന്ന ഒരു മനുഷ്യൻ, കേരളീയന് ആത്മാഭിമാനത്തോടു കൂടിയാണ് അയാൾ വീടെടുക്കുന്നത്. ആ വീട്ടിൽ അത് എൻ്റേതാണ് എന്ന് ധരിച്ചുകൊണ്ട് താമസിക്കാനുള്ള സൗകര്യം അയാൾക്കുണ്ടാവണം, അവകാശം അയാൾക്കുണ്ട്. ആ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇത് മോദിയുടെ ഫണ്ടിൽ നിർമ്മിച്ച ബോർഡാണ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കാൻ വേണ്ടിയുള്ള പണവും കൊടുത്ത് അത് നിർബന്ധമാക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന കേരളത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. ആ അഭിപ്രായം കേരളീയരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതിഫലനാണ്. ഞങ്ങൾ വീണ്ടും പറയാണ്, യൂണിയൻ ഗവൺമെൻറ് ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ ആ നികുതി പണത്തിൻ്റെ നിശ്ചിത ശതമാനം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, കേരളീയർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാം അർഹതപ്പെട്ടതാണ്. ആ പണം തിരികെ കൃത്യമായി കേരളത്തിന് നൽകണമെന്നുള്ളതാണ് കേരളമാകെ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ വിഴിഞ്ഞത്തോട് കാട്ടിയിട്ടുള്ള വിവേചനത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. വയനാട്ടിനോട് കാണിച്ചിട്ടുള്ള കൊടിയ ക്രൂരതയെക്കുറിച്ച് പരാമർശിച്ചു. ആ വയനാടിൻ്റെയും വിഴിഞ്ഞത്തിൻ്റെയും മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ SSKയുടെ മുഖാന്തരം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണം നൽകാതിരിക്കുക എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ എയിംസ് ഉൾപ്പെടെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നൽകേണ്ടുന്ന പണം പല കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചു വെക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നൽകുന്ന പണം 75,000 രൂപയാണ്. 75,000 രൂപ. ആ 75,000 രൂപ മാത്രം തരുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്ന് പറയുന്നു. നമ്മളെന്താണ് പറയുന്നത്? കേരളത്തിൽ ഒരാൾ വീടെടുക്കുമ്പോൾ ആ വീടെടുക്കുന്നതിന് ന്യായമായും അയാൾക്ക് ഒരു ചിലവുണ്ടെന്നും ആ ചിലവിൻ്റെ മുഖ്യ പങ്ക് ആ വ്യക്തിക്ക് സർക്കാർ നൽകണം. ആ സർക്കാർ നൽകുമ്പോൾ അതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പണം ഇത് പോരാ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ആ അഭിപ്രായം ഒറ്റക്കെട്ടായി നമ്മൾ പറയണ്ടേ? കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതിന് പകരം കേരളത്തിലെ സർക്കാർ ജനങ്ങൾക്ക് വീടെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി, ആരോഗ്യ മേഖലയുടെ ശാക്തീകരണത്തിന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടും പ്രവർത്തനങ്ങളോടും ക്രിയാത്മകമായ നിലയിൽ പ്രതികരിക്കുക എന്നുള്ളത് കേരളീയരായിട്ടുള്ള ഓരോ ആളുകളുടെയും ചുമതലയാണ്. പ്രസിഡന്റ് ആയതുകൊണ്ട് SFI പ്രസിഡന്റായി ഒക്കെ വന്ന ആളാണ് MP രാജേഷിന്റെ. കേൾക്കൂ, MP രാജേഷിന്റെ ഗതി ഉണ്ടാവും എന്ന മട്ടിൽ പറയുന്ന കേട്ടു. MP രാജേഷ് കേരളത്തിന്റെ മന്ത്രിയായി ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് MP രാജേഷ്. ആ MP രാജേഷ് CPIMന്റെ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. MP രാജേഷിന് എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട അല്ലെങ്കിൽ മോശപ്പെട്ട നിലയിലുള്ള അനുഭവം MP രാജേഷിന് അങ്ങുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. MP രാജേഷ് എൻ്റെ കൂടി പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ്. അതുകൊണ്ട് ദുരുദ്ദേശം വെച്ച് അങ്ങ് പറഞ്ഞിട്ടുള്ള ആ വാക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അങ്ങയോട് പറയാണ്, നല്ല ഉദ്ദേശമല്ല ആ പ്രയോഗത്തിൽ എന്നറിയുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് കാര്യം ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രം. അല്ല, ശ്രീ ശിവദാസൻ, ഇവിടെ അങ്ങ് സവിസ്തരം കുറെ കാര്യങ്ങൾ പ്രതിപാദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മർമ്മത്തിലേക്ക് അങ്ങ് കടന്നിട്ടേ ഇല്ല. ഞാൻ ചോദിക്കുന്ന ഇതേ സമീപനമാണല്ലോ യൂണിയൻ ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്നത്, വിശേഷിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട്. എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സോഷ്യൽ സെക്യൂരിറ്റി, വെസ്റ്റ് ബംഗാളിനും ആന്ധ്രാപ്രദേശിനും ഹരിയാനയ്ക്കും നൽകാൻ കഴിയുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഈ വർക്കേഴ്സിന് കേരളത്തിന് നൽകാൻ കഴിയുന്നില്ല? അവർക്ക് അങ്ങനെ ഒരു ഉറപ്പ് പോലും കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങയുടെ ചോദ്യം വരട്ടെ. അങ്ങയുടെ ചോദ്യം നന്നായി. ഞാനിതാ അങ്ങ് കുറച്ചുകൂടി സമയം എനിക്ക് തന്നതുകൊണ്ട് സന്തോഷം. ഹരിയാനയിൽ കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അത്രയും തുക വാങ്ങാൻ ഹരിയാനയിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല, ആശാ വർക്കർമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹരിയാനയുടെ ചിത്രം. ഒന്നുകൂടി ചേർത്ത് പറയാം, കേരളത്തിൽ കൊടുക്കുന്ന അത്ര സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഹരിയാനയിൽ കൊടുക്കുന്നില്ല. ഹരിയാനയുടെ ജനസംഖ്യയും കേരളത്തിൻ്റെ ജനസംഖ്യയും ഒന്ന് നോക്കുക. ഇതിനേക്കാൾ ജനസംഖ്യയിൽ ഒട്ടും കുറവിലല്ലാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം അത് 4 ലക്ഷത്തിൽ ചുവടെയാണ്. 4 ലക്ഷത്തിൽ ചുവടെ. ആ ഹരിയാനയിൽ 4 ലക്ഷത്തിൽ ചുവടെ മാത്രം ആളുകൾ പെൻഷൻ വാങ്ങുന്ന ഹരിയാനയിലെ ആശാ വർക്കർമാരെ കുറിച്ചാണ് അങ്ങ് പറയുന്നത് എന്നുള്ളത് വിസ്മരിക്കരുത്. അല്ല, ഈ കേന്ദ്രത്തിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അല്ല, ഓണറേറിയത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒറ്റ സെക്കൻഡ് ശിവദാസൻ, ഹരിയാന ഓണറേറിയമായി, ആ സർക്കാരിന്റെ ഓണറേറിയമായി 6,100 രൂപ കൊടുക്കുന്നുണ്ട്. ഞാൻ സ്പെസിഫിക് ആയി ഹരിയാനയുടെ കാര്യം പറഞ്ഞത് വിരമിക്കൽ ആനുകൂല്യമായി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ₹2 lakhs ടു ആശാ വർക്കേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദെയർ റിലീവിംഗ് ആഫ്റ്റർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 60 years. അപ്പോൾ 60 വയസ്സായി ഒരു ആശാ വർക്കർ പിരിയുമ്പോൾ 2 ലക്ഷം രൂപ ഹരിയാന കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പൈസ കൊടുക്കുന്നില്ല, കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവർ 6,100 രൂപ ഓണറേറിയം ഇനത്തിൽ, ഓണറേറിയം എന്ന് പറഞ്ഞാൽ ഓണറേറിയം മാത്രമാണ് കേട്ടോ, ബാക്കി ഇൻസെന്റീവ് വേറെ, 6,100 രൂപ ഹരിയാന ഓണറേറിയം മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിക്കിമിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, അവിടെ ആശാ വർക്കേഴ്സിന്റെ എണ്ണം കുറവാണ്
എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന കാര്യം അങ്ങനെ അല്ലാതിരിക്കില്ലല്ലോ. പശ്ചിമ ബംഗാൾ 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. നമ്മൾ മാതൃകാ സംസ്ഥാനം എന്നല്ലേ ശ്രീ ശിവദാസൻ അവകാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആശാ വർക്കേഴ്സിന് ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് നമുക്ക് കൊടുക്കാൻ കഴിയാതിരിക്കുകയും ഇത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ നമ്പർ 1 ആണ്, നമ്മളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് മേനി പറയുകയും ചെയ്യുന്നത്? ഇനി അഭിലാഷിന്റെ ചോദ്യം ഞാൻ സദുദ്ദേശപരമായി എടുക്കുകയാണ്. ആ സദുദ്ദേശപരമായി എടുത്തുകൊണ്ട് ഞാൻ അഭിലാഷിനോട് പറയുന്ന ഒരു മറുപടി എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ അർഹതപ്പെട്ട കാര്യങ്ങൾ നൽകാതിരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിനെതിരായി അങ്ങ് സംസാരിക്കണം. ആശാ വർക്കർമാർക്ക് 2 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നതിനൊരു തെറ്റുള്ള കാര്യമല്ല. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ആ പൊസിഷൻ എന്താണ്? കണക്കുകൾ വെച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ് നൽകേണ്ടുന്ന 600 കോടിയിലധികം രൂപയെക്കുറിച്ച് അവർ പറഞ്ഞു. ആ 600 കോടിയോളം വരുന്ന രൂപ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സഹായാവുന്ന തുകയാണ്. ആ തുക വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ഞാനുമുണ്ട് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരേണ്ടുന്ന ആളുകളാണ് മലയാളികളായ സകല ആളുകളും. അത് വരാതെ കേരളത്തിലെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് കേരളത്തിലെ സർക്കാരിനെ മാത്രമായി കുറ്റപ്പെടുത്തുന്നില്ല ശ്രീ ശിവദാസൻ. 636 കോടി രൂപ 2023 സാമ്പത്തിക വർഷത്തെ ഫണ്ടായി കിട്ടാനുണ്ട്. അതിൽ ആർക്കാണ് സംശയം? അതിലിവിടെ ശ്രീ ശ്രീപത്മനാഭൻ തന്നെയും അത് സമ്മതിച്ചിട്ടുണ്ടല്ലോ. കിട്ടാനില്ല എന്നാരും പറയുന്നില്ല. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം അഭിലാഷ്, കൂട്ടിച്ചേർക്കുന്നതെന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ നല്ല വിഹിതവും കേരളത്തിന് വെളിയിൽ എന്ന് പറഞ്ഞാൽ ഹരിയാനയിലേക്കും UP-യിലേക്കും ഒക്കെയാണ് കൊടുക്കുന്നതെന്ന് കൂടി നമ്മൾ പറയേണ്ടി വരികയാണ്. കേരളത്തിൽ കിട്ടുന്ന നികുതി വിഹിതം എന്നുള്ളത്, ആ നികുതി വിഹിതം പിരിച്ചു കൊണ്ടുപോകുന്ന തുകയുടെ നേരിയ ശതമാനമാണ് എന്നുള്ളത് കണക്കുകളിലൂടെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ 0.3 മാത്രം ഒരു വ്യക്തിക്ക് പെർ പേഴ്സൺ കിട്ടുമ്പോൾ അവിടെ അപ്പുറത്ത് UP-ക്കാരന് 6 രൂപയിലധികം കിട്ടുന്നു, ഹരിയാനക്കാരന്. ശരി, അതിന് പല 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 ഘടകങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേരളം കിട്ടിയില്ല എന്ന് പറയുന്നു, കേന്ദ്രം കൊടുത്തു എന്ന് പറയുന്നു, ആര് പറയുന്നതാണ് ശരി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു നിരർത്ഥകമായ കാര്യമാണ്. 2023 NHM-ന്റെ ഫണ്ടിനെ കുറിച്ചാണ് ക്യാഷ് ഗ്രാന്റ് കിട്ടിയില്ല എന്ന് കേരളം പറഞ്ഞത്. 2024 ഫണ്ട് തന്നിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറഞ്ഞത്. രണ്ടുപേര് പറഞ്ഞതും ശരിയാണ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് 2023 ഈ ഗ്രാൻഡ് നോൺ കംപ്ലയൻസ് മൂലം, ഗൈഡ് ലൈൻസ് കംപ്ലൈ ചെയ്യുന്നതിലെ പോരായ്മ മൂലം തന്നിട്ടില്ല. അതേസമയം പറയുന്നത് സ്റ്റേറ്റ് മേ എക്സ്പെക്ട് ദ യൂട്ടിലൈസേഷൻ അണ്ടർ NHM in FY 2024-25 എന്ന്. ഇത് സത്യത്തിൽ ഈ ഫണ്ട് കേരളത്തിലേക്ക് കിട്ടേണ്ടതാണല്ലോ. കിട്ടിയാൽ കൊള്ളാം, ഇനി കിട്ടിയാൽ നല്ലത് എന്നുള്ള സമീപനമല്ല ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ളതിനപ്പുറത്ത് കിട്ടാനുള്ളത് കിട്ടിയാൽ നല്ലത് എന്നൊരു സമീപനം സ്വീകരിക്കാമല്ലോ. സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് കിട്ടുക തന്നെ വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അഭിലാഷേ. കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം. പക്ഷേ ഇവിടെ നോക്കൂ, നമ്മൾ എത്ര ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് യൂണിയൻ ഗവൺമെൻറ്, മറ്റൊരു ഭാഗത്ത് സംസ്ഥാന ഗവൺമെൻറ്, ഇവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇതിനെല്ലാം കണക്കുകൾ ഉള്ളതാണ് താനും. എന്തുകൊണ്ടാണ് ഇവരൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനം നടത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഒരു സംയുക്ത വാർത്താക്കുറിപ്പ് ഇറക്കാൻ കഴിയാത്തത്? അവിടെ ട്രാൻസ്പെറൻ്റായി പോകേണ്ട വിഷയങ്ങളല്ല ഇതുള്ളത്. ഇതിനകത്ത് ആരുടെയെങ്കിലും കുടുംബകാര്യമാണോ? അല്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അവരുടെ കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള, വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള, ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് പരസ്പരം പരസ്യപ്പെടുത്താത്തതിൻ്റെ പിന്നിലെ ലക്ഷ്യം രണ്ടുപേരും കള്ളം പറയുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രേഖകൾ പുറത്തുവിടൂ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്തു, പ്രതിപക്ഷത്തിന് വിടൂ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? എന്താ അതിന് കഴിയാത്തത്? അപ്പോൾ നമ്മൾ പരസ്പരം നിങ്ങൾ ആരോടൊപ്പമാണ്, എന്തിനാണ് പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്? നിങ്ങൾ കേന്ദ്ര സർക്കാരിനോടാണോ സംസ്ഥാന സർക്കാരിനോടൊന്ന്? ഇവർ രണ്ടുപേരുടെ വസ്തുത പറഞ്ഞാൽ പോരെ? ഇത് ഞാൻ ചോദിക്കുന്നത് പിള്ളേർ കളിയാണോ? കേന്ദ്ര സർക്കാരിലുള്ള ഫണ്ട് സംസ്ഥാനത്തേക്ക് കൊടുത്തു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വ്യക്തത വരുത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്താ അത് നടക്കാത്തത്? എന്തിനാണ് നിങ്ങൾ ഒളിച്ചു കളിക്കുന്നത്? എന്നിട്ട് കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ട് ഇത് അനൗദ്യോഗിക കൂടിക്കാഴ്ചയായിരുന്നു, ഇതിനകത്ത് ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പരസ്പരം പറയുകയും ചെയ്താൽ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ അഭിലാഷേ? ഇതിനപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടത്? ഇവർ തന്നെയല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്? ഇതേ മുഖ്യമന്ത്രി തന്നെയല്ലേ ഈ ധനകാര്യമന്ത്രിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ അനൗദ്യോഗികമായി ചർച്ച നടത്തുമ്പോൾ നിങ്ങളൊന്നും സംസാരിക്കുന്നേ, നിങ്ങൾ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവിക്ക് വേണ്ടി സംസാരിക്കുന്നേ, നിങ്ങളതൊന്ന് സെറ്റിൽ ചെയ്യുന്നേ, നിങ്ങൾ ആ പ്രശ്നം പരിഹരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നേ. ഇതായിരുന്നു വസ്തുത, ഞങ്ങളുടെ ഭാഗത്തിൻ്റെ വീഴ്ചയുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതല്ലേ ശരി? അങ്ങനെയല്ലേ വേണ്ടത്? അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?
ഉന്നതരായ ഭരണാധികാരികളിൽ നിന്ന് നമ്മളത് അതാണ് പ്രതീക്ഷിക്കേണ്ടത്, അതാണ് ഉണ്ടാകേണ്ടത്. ദൗർഭാഗ്യവശാൽ രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്ന് അത് ഉണ്ടാകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ക്ലിയർ കട്ടായി പറയുന്നു, ക്രിസ്റ്റൽ ക്ലിയറായി പറയുന്നു, എവിടെയാണോ ശരി ആ ശരിയുടെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കും. സംസ്ഥാനത്തിൻ്റെ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേ മതിയാവൂ. കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഇരു കൂട്ടരും തയ്യാറാകുക തന്നെ വേണം. ശരി, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഇപ്പോ എനിക്ക് തോന്നുന്നു രണ്ടു കൂട്ടരും കള്ളം പറയുന്നില്ല, പക്ഷേ പറയുന്നത് സെലക്റ്റീവായ സത്യമാണ് എന്നൊരു പ്രശ്നമാണ് അക്കാര്യത്തിൽ ഉള്ളത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാൻ പറ്റും. അതല്ല, അങ്ങനെയല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല. പറയുമ്പോൾ ഭാഗികമായ കാര്യങ്ങളെ പറയുന്നുള്ളൂ എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഈ കൂടിക്കാഴ്ച എങ്കിൽ കൂടിക്കാഴ്ച, സമരമെങ്കിൽ സമരം. പക്ഷേ ആശാവർക്കർമാർ അടക്കമുള്ള ആളുകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. വളരെ നന്ദി മൂന്ന് പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.